അങ്ങനെ അംബാലിക അരുന്ധതി ആരോടും പറയാതാണ് പോയതെന്നും മൈക്കിൾ ഇവിടെ വന്നതും പിന്നീട് ഇവരുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും പോയിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. വന്ന് അവൾക്ക് തീരെ അനുസരണയിൽ നീ വേണം അതെല്ലാം ശ്രദ്ധിക്കാൻ, എന്റെ ചെരുപ്പടിക്ക് അവളെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ഭരത്തിനെ ആകെ പിരികയറ്റിയിരിക്കാൻ കേട്ടോ. ഭരത് പറയണ്ട് അങ്ങനെയാണെങ്കിൽ അവൾ ഇങ്ങോട്ട് വരട്ടെ, എന്തിനാണ് പോയതെന്ന് ഞാൻ ചോദിക്കും എന്ന് പറഞ്ഞു നിൽക്കാൻ കേട്ടോ. ആ സമയത്താണ് അരുന്ധതി അവിടെ വന്ന് കയറുന്നത്. അരുന്ധതിയെ കാണുമ്പോൾ അംബാലിക ഭരത്തിനോട് മുഖം കൊണ്ട് ആക്ഷൻ കാണിക്കാൻ കേട്ടോ. അങ്ങനെ അരുന്ധതി വന്ന് കയറി ഉടനെ ചോദിക്കുന്നത് നീ ആരെ കാണാൻ എവിടേക്കാ പോയത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ ഭാവനച്ചിയെ കാണാനാണ് പോയത്, എന്താ എനിക്ക് പോയിക്കൂടെ എന്നും അരുന്ധതി മറുപടി പറയാൻ കേട്ടോ. അപ്പോൾ ഭരത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ നീ ഭാവനച്ചിയെ കാണാൻ പോയത്? അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഞാൻ മൈക്കിളും ഭരത്തിനും തമ്മിലുള്ള ബന്ധം പറയാൻ വേണ്ടിയിട്ട് തന്നെ. ഓഹോ നീ അത്രക്കായോ എന്ന് പറഞ്ഞ് വീണ്ടും ഭരത് അരുന്ധതിയുടെ മുഖത്തടിക്കാൻ കേട്ടോ. ഇത് കണ്ടുകൊണ്ടാണ് പ്രതാപൻ താഴേക്ക് വരുന്നത്. എന്തിനാ ഭരത്തെ നീ അരുന്ധതിയെ തല്ലിയത്? ഭാമയും ചോദിക്കുന്നത് ഇതൊക്കെ എവിടുത്തെ ശീലമാണ്, തൊട്ടയും പിടിച്ചതിനൊക്കെ എങ്ങനെ ഭാര്യയെ തല്ലുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പ്രതാപൻ അരുന്ധതി ചോദിക്കുന്നത് എന്താണ് പ്രശ്നം മോളെ? അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഭരത്തേട്ടൻ മൈക്കിൾ എന്ന ആളുമായിട്ട് ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. പ്രതാപൻ ചോദിക്കുന്നത് എന്ത് ഇല്ലീഗൽ ബിസിനസ്സാണ് ഇവൻ ചെയ്യുന്നത്? മയക്കുമരുന്ന് എന്ന് അരുന്ധതി മറുപടി പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഭാമയും പ്രതാപനും എല്ലാവരും ഷോക്കാവാൻ കേട്ടോ. അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഭരത്തെ അരുന്ധതി പറഞ്ഞത് ശരിയാണോ? അങ്ങനെ ഒരു ഇല്ലീഗൽ ബിസിനസ് തനിക്കുണ്ട്, അത് ഈ വീട്ടിൽ നടക്കാൻ പാടില്ല. പിന്നെ അരുന്ധതിയെ നിന്നോടൊപ്പം ജീവിക്കാനാണ് വന്നത്, അതുകൊണ്ട് തന്നെ അവൾക്ക് നിന്റെ കാര്യത്തിൽ കുറച്ച് ഉത്തരവാദിത്തം ഉണ്ടാവും. നിന്റെ കയ്യിൽ എന്തെങ്കിലും വീഴ്ച കാണുന്നുണ്ടെങ്കിൽ അവൾ അത് ചോദ്യം ചെയ്യും, അത് നീ തല്ലിയല്ല ഉപദേശിക്കേണ്ടത്. ഇനിയും ഈ ഭാവമാണ് ഇവിടെ തുടരുന്നത് എങ്കിൽ നീ ഇപ്പോൾ കാണുന്ന പ്രതാപനെ ആയിരിക്കില്ല ഇനി കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുകളിലേക്ക് പോവാൻ കേട്ടോ. ഭരത് പുറത്തേക്കും പോവാണ്. ശേഷം എല്ലാം കാണുന്ന ശേഷം ഭാമ അകത്തേക്കും പോവാൻ കേട്ടോ. അപ്പോൾ അംബാലികയും അരുന്ധതിയും മാത്രമാവട്ടെ അവിടെ. അംബാലിക പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഭരത്തിന്റെ പോക്ക്, നമ്മളെല്ലാവരും കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് അതിനൊന്നും ആവശ്യമുണ്ടാവില്ല അമ്മേ, അതൊക്കെ ഭരത്തേട്ടന് അങ്ങനെയൊക്കെ സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇന്ന് ഭാവനേച്ചിയെ കാണാൻ പോയത്. ഭാവനേച്ചി വിചാരിച്ചാൽ എന്തെങ്കിലും ഇതിന് വഴി കാണും എന്ന് പറഞ്ഞ അരുന്ധതി അകത്തേക്ക് പോവാണ്. അപ്പോൾ അംബാലിക മനസ്സിൽ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഭാവന ഇടപെടുന്നതിന് മുൻപ് ഭരത്തിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ ഭാമയുമായി സംസാരിക്കുകയാണ്. ഭാമ എന്താണ് ഈ ഭരത് ഇങ്ങനെ, അവനിങ്ങനെ സ്വയം നശിക്കാൻ വേണ്ടി നടക്കുകയാണോ? ഭാമ പറയും എനിക്കറിയില്ല അച്ഛാ അവൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്ന്. എന്തായാലും അവൻ വരട്ടെ, നമുക്ക് ഉപദേശിച്ചേ പറ്റൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് അംബാലികയും വരുന്നുണ്ട്. ഇനി നമ്മളൊന്നും ഇതിലൊരു പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി എല്ലാ തീരുമാനവും എടുക്കേണ്ടത് അരുന്ധതിയാണ്. അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നത് എന്താണ് അംബാലി ഉദ്ദേശിക്കുന്നത്? മറ്റെന്ത് ഉദ്ദേശിക്കാൻ? ഭരത്തിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അരുന്ധതിയാണ്, അവളായിട്ട് കണ്ടെത്തിയ ബന്ധമല്ലേ. ഇങ്ങനെയുണ്ടാവോ ആളുകൾ? ലോകത്ത് ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ ഭാവന മര്യാദയോട് ചുറ്റോടു കൂടി വളർത്തിയത് കൊണ്ടായിരിക്കും അവനിപ്പോൾ ഇങ്ങനെ ആയിപ്പോയത്. അവന്റെ മനസ്സൊക്കെ വേറെ ലോകത്താണ്, അവൻ പണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ആ മൈക്കിളിനെ കൂട്ടിപ്പിടിച്ച് ഇല്ലീഗലായിട്ട് ബിസിനസ് നടത്തി പണം സമ്പാദിക്കാൻ നോക്കുന്നത്. ഭാമ പറയുന്നുണ്ട് അച്ഛാ ഭരത് വരട്ടെ, അവനെ നമ്മൾ കൈവിട്ടാൽ ശരിയാവില്ല, നമുക്ക് അവനെ ഉപദേശിച്ച് നേർവഴിക്കാക്കാം എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അംബാലിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആദ്യം ഞാൻ എന്റെ അനിയനെ പുറത്താക്കട്ടെ മോളെ, എന്നിട്ട് വേണം നിന്നെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ എന്നൊക്കെ പറയാണ്. ഇത് എനിക്ക് കിട്ടിയൊരു തുറുപ്പ് ചീട്ടാണ്. പ്രതാപൻ പറയുന്നുണ്ട് ഇനി അവനെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കേ സാധിക്കുള്ളൂ, അത് ഭാവനയ്ക്കാണ്. ഭാവനേച്ചി ഇപ്പോൾ ബെഡ് റെസ്റ്റിലല്ലേ അച്ഛ എന്ന് ഭാമ പറയാൻ. ഏത് റെസ്റ്റിലായാലും സ്വന്തം സഹോദരങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ അവളെ എന്തും ചെയ്തും അവരെ രക്ഷിക്കാൻ നോക്കും എന്ന് പറയാണ്. അപ്പോൾ അംബാലിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ ഭാവനയെ ഇതിൽ ഇടപെടുത്താൻ പറ്റില്ല, അവൾ ഇടപെടുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്യും, അവൾ തന്ത്രശാലിയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്ത് വില കൊടുത്തും അവൾ ഭരത്തിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും, അതിന് അനുവദിച്ചുകൂടാ. അങ്ങനെ പ്രതാപൻ ആ റൂമിൽ നിന്ന് പോവാൻ കേട്ടോ. അപ്പോൾ അംബാലിക പറയുന്നുണ്ട് ഭാമ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഭരത്തിന് വേണ്ടി ഇടപെട്ട് നീ നിന്റെ ജീവിതം കൂടി നശിപ്പിക്കരുത് എന്ന്. ഇത് കേൾക്കുമ്പോൾ ഭാമ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അവിടേക്ക് അനിരുദ്ധൻ കടന്നു വരികയാണ് കേട്ടോ. എന്നിട്ട് അംബാലികയെ വിളിക്കുന്നുണ്ട്. ഏട്ടനെ കണ്ടതും അംബാലിക വേഗം ഏട്ടനെയും പിടിച്ച് പുറത്തേക്ക് വരികയാണ്. പ്രതാപേട്ടനകത്തുണ്ട്, അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാമെന്ന് പറയാണ്. കാര്യങ്ങൾ എന്തായി, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ലേ എന്ന് ചോദിക്കാണ്ട് അനിരുദ്ധൻ. അതേ ഏട്ടാ, പക്ഷെ പ്രതാപേട്ടൻ എല്ലാം അറിഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ അനിരുദ്ധൻ പറയുന്നത് അതെന്തായാലും നല്ലതല്ല അളിയനെ, ഇത് കാരണം ഭരത്തിനോട് അല്പം അകൽച്ചയൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറയാൻ. അത് നല്ലതാണ് എന്ന് അംബാലികയും പറയാണ്. അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് എന്നാലും നീ ആ പാർസൽ എന്ന സാധനം അങ്ങോട്ടേക്ക് കൊടുക്കണ്ടായിരുന്നു, അത് അവന്റെ കൈ എന്തിനാ കൊടുത്തത്? അത് പിന്നെ ഏട്ടാ അതിൽ വല്ല മയക്കുമരുന്നോ മറ്റോ ആണെങ്കിൽ പിന്നെ പോലീസൊക്കെ ഇവിടെ കയറി വന്നാൽ ഈ കുടുംബത്തിന്റെ തന്നെ മാനം പോകില്ല, അങ്ങനെ പ്രശ്നം വേണ്ട എന്ന് വെച്ചിട്ടാണ് എന്ന് അംബാലിക പറയാൻ കേട്ടോ. അപ്പോൾ അനിരുദ്ധൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്പ അത് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യവും, പക്ഷേ എല്ലാം നീ നശിപ്പിച്ചില്ലേ. പിന്നീട് അംബാലിക പറയുന്നുണ്ട് ഏട്ടൻ നോക്കിക്കോ, എത്രയും പെട്ടെന്ന് ഞാൻ ഭരത്തിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും, എല്ലാവർക്കും അവനോടിപ്പോൾ വെറുപ്പാണ്, അരുന്ധതിക്കും ഭാമയ്ക്കും അടക്കം എന്ന് പറയാൻ കേട്ടോ. അബി ഇവിടേക്ക് തിരിച്ചു വരുന്നതിന് മുൻപ് അരുന്ധതിയുടെ സമ്മതത്തോട് കൂടി തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും അവനെ പുറത്താക്കും, എങ്കിൽ നീ വേഗം അതിനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും, എന്നിട്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്യ് എന്നൊക്കെ അനിരുദ്ധന് പറയാൻ കേട്ടോ. എന്നിട്ട് അവിടെ നിന്നും വേഗം പോവുകയാണ്. പിന്നീട് ഭരത് വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ അംബാലിക ടേബിളിൽ നിന്നും പാത്രങ്ങളെല്ലാം എടുത്തു വെക്കുകയായിരുന്നു. ഭരത് ചോദിക്കുന്നത് ആന്റി അരുന്ധതി എവിടെ? അവൾ മുകളിലുണ്ട് എന്ന് അംബാലിക പറയാണ്. പിന്നീട് അംബാലിക ചോദിക്കുന്നുണ്ട് മോനെ നീ ഭക്ഷണം കഴിച്ചതാ? ഇല്ല
എങ്കിൽ വാ, ഇവിടെയുള്ള എല്ലാവരും കഴിച്ചു, നീ മാത്രമേ കഴിക്കാനുള്ളൂ എന്ന് പറഞ്ഞ് ഭരതിനെ ഇരുത്തിയിട്ട് ഭക്ഷണം വിളമ്പുക കേട്ടോ. അപ്പോൾ ഭരത് ചോദിക്കുന്നത്, ആൻറ്റിക്ക് എന്നോട് ദേഷ്യമില്ല. എന്തിന് ഞാൻ നിന്നോട് ദേഷ്യം കാണിക്കും? എനിക്ക് ദേഷ്യം അരുന്ധതിയോടാണ്. അവൾ നിന്നോട് എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അപ്പോഴാണ് അരുന്ധതി താഴേക്ക് വരുന്നത് ഭരത്തേട്ട എന്ന് വിളിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഭരത് ദേഷ്യത്തോടെ നോക്കുകയാണ്. ഭരത്തേട്ടൻ വന്നോ? അമ്മയ്ക്ക് എന്നെ വിളിച്ചൂടായിരുന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ. അംബാലിക പറയുന്നുണ്ട്, ആര് വിളമ്പി കൊടുത്താലും എന്താ, നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചതല്ലേ എന്ന് പറയാണ്. പിന്നീട് അരുന്ധതി ഒന്ന് പറയുന്നുണ്ട്, ആൻറ്റി എന്നെ വിളിച്ചിരുന്നു, അവരെല്ലാവരും ഇന്ന് ഭാവനേച്ചിയെ കാണാൻ പോകുന്നുണ്ട്, നമ്മയും വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഭരത് പൊട്ടിത്തെറിക്കാൻ കേട്ടോ. നമ്മൾ എവിടേക്കും പോകുന്നില്ല, എല്ലാം നിന്നെ വിളിച്ച് പറയാൻ എന്നേക്കാൾ സ്ഥാനമുണ്ടോ നിനക്ക് അവിടെ എന്ന് ചോദിക്കുകയാണ്. എന്നെ വേണ്ടാത്തിടത്ത് നിന്നെ മാത്രം അങ്ങനെ ക്ഷണിക്കണ്ട. ഇതെല്ലാം കേൾക്കുമ്പോൾ അംബാലിക ഉള്ളിൽ ചിരിക്കാൻ കേട്ടോ. അരുന്ധതി പറയുന്നുണ്ട്, ഭരത്തേട്ട പറയുന്നത് കേൾക്ക്, എന്തിനാ ഒരു പ്രശ്നം? നമുക്ക് രണ്ടുപേർക്കും വേഗം പോയിട്ട് വരാം. അപ്പോൾ ഭരത് പറയാൻ, ഇല്ല ഞാനും വരുന്നില്ല, നീയും എവിടേക്കും പോകുന്നില്ല. അപ്പോൾ അരുന്ധതി പറയും, എന്നാൽ ഞാൻ പോകും, ഭരത്തേട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി. ഇത് കേട്ടതും ഭരത് ഭക്ഷണം കഴിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് നിന്ന് ആ പ്ലേറ്റ് തട്ടുകയാണ് കേട്ടോ. അങ്ങനെ പ്ലേറ്റെല്ലാം താഴെ വീണ് ഫുഡെല്ലാം അവിടെ അങ്ങിങ്ങായിട്ട് വീഴാൻ കേട്ടോ. എന്നിട്ട് അരുന്ധതിയെ പിടിച്ച് തള്ളിയിട്ട് മാറടി എന്നും പറഞ്ഞ് അവന് മുകളിലേക്ക് കയറി പോവാണ്. ഇതെല്ലാം കണ്ട് ഭരത്തേട്ട എന്നും വിളിച്ച് വിഷമിച്ച് നിൽക്കാണ്ട് അരുന്ധതി. അപ്പോൾ അംബാലികയായിട്ട് ബാക്കിൽ നിന്നും എല്ലാം കണ്ട് ഭയങ്കര ചിരിച്ചിരിക്കാണ്. എന്നിട്ട് പെട്ടെന്ന് അരുന്ധതി അടുത്ത് പോയിട്ട് പറയാണ്, കണ്ടില്ലേ അവൻ്റെ അടുത്ത് ഇക്കാരം, അവൻ അധ്വാനിച്ചതാണെങ്കിൽ ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുമായിരുന്നോ? നീ തന്നെയാണ് എല്ലാത്തിനും കാരണം. അവൻ വന്നില്ലെങ്കിൽ വേണ്ട, നീ പോണം. ഇന്ന് എനിക്ക് രണ്ടിലൊന്ന് അറിയണം എന്ന് പറഞ്ഞ് അരുന്ധതി ദേഷ്യത്തോട് തന്നെ മുറിയിലേക്ക് പോവാൻ. ഇതെല്ലാം കണ്ട് ചിരിച്ചു നിൽക്കാണ്ട് അംബാലിക. റൂമിലെത്തിയ ഉടനെ ഭരത് വളരെ ദേഷ്യത്തിൽ തന്നെ ഇരിക്കാൻ കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് അരുന്ധതിയും കയറി വരുന്നത്. ഭരത്തേട്ടൻ എന്തിനാ ചോറ് തട്ടിക്കളഞ്ഞത്? അപ്പോൾ ഭരത് ചോദിക്കുന്നത്, പിന്നെ എന്തിനാ നിന്റെയൊക്കെ താളത്തിനനുസരിച്ച് തുള്ളാനിരിക്കണോ ഞാൻ? അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഭരത്തേട്ടൻ തോന്നുന്നത് പോലെ ചെയ്യാൻ. ഇത് ഭരത്തേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷൊന്നുമല്ലല്ലോ, ഇത് എന്റെ അച്ഛൻ ഉണ്ടാക്കിയ ക്യാഷാണ്. ഇത് കേൾക്കുമ്പോൾ ഭരത് ദേഷ്യത്തോടെ അവർ എണീക്കുകയാണ്. അരുന്ധതി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഇക്കാര്യത്തിൽ ഭരത്തേട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പോൾ ഭരത് പറയുന്നത്, എന്നാൽ എനിക്ക് കൊണ്ടുപോയി കേസ് കൊടുക്ക്. അരുന്ധതി പറയും, ഞാൻ കേസ് കൊടുക്കാൻ പോകുക തന്നെയാണ്, എനിക്കെല്ലാം മതിയായി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഭരത് അരുന്ധതിയുടെ മുടിയിൽ പിടിച്ചിട്ട് പുറത്തേക്ക് തള്ളുകയാണ്. ആഹാ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമായോ? ഇപ്പോൾ തന്നെ നീ ഞാൻ പറഞ്ഞെടുത്ത് നിൽക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തായിരിക്കും നിന്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ് അവിടെയിട്ട് തല്ലുകയാണ്. ഇത് കണ്ട് ഭാമ ഓടി വരുന്നുണ്ട്. ഭരത് എന്താ നീ ചെയ്യുന്നത്, വിട് അവളെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഭരത് കൂട്ടാക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവളെ പിടിച്ച് അവിടെ തല്ലിയിട്ട് ഉന്താണ്. അരുന്ധതി നേരെ സ്റ്റെയർ കേസിലാണ് വീഴുന്നത്. അവിടെ നിന്നും ഉരുണ്ട് താഴേക്ക് വന്ന് വീഴുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രതാപൻ വരികയാണ്. ഭരത്, നീ എന്താണ് എൻ്റെ മോളോട് ചെയ്യുന്നത്? ഇവിടെ വെച്ച് നിനക്ക് ഇവളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു? ഒരു പ്രാവശ്യം തന്നെ ഞാൻ നിന്നോട് വാൺ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് ഭരത്തിനെ പിടിച്ച് തല്ലാണ് കേട്ടോ പ്രതാപൻ. അപ്പോഴേക്കും അവിടെ അംബാലികയും ഭാമയൊക്കെ ഓടിയെത്തുകയാണ്. പ്രതാപൻ ഭരത്തിന്റെ കോളർ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി നീ ഈ വീട്ടിൽ നിൽക്കരുത്, നിന്റെ തോന്നിവാസങ്ങളൊന്നും കണ്ടു നിൽക്കാനുള്ളതല്ല ഞാൻ, നിന്റെ എല്ലാതും കൊണ്ടു നിൽക്കാനുള്ളതല്ല എൻ്റെ മകൾ, ഇനി നീ ഈ വീട്ടിൽ നിൽക്കരുത്, ഇവിടെ നിന്നും ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞ് ഭരത്തിനെ പിടിച്ചിട്ട് പുറത്തേക്ക് തള്ളാണ്ടോ. എന്നിട്ട് ഡോർ അടക്കാണ്. ഭരത്താകട്ടെ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഭാമയും അംബാലികയും കൂടി അരുന്ധതിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ. അവളുടെ മുഖത്തും ചുണ്ടിലും എല്ലാം മുറിവായിരുന്നു കേട്ടോ. എനിക്ക് മതിയായി അമ്മേ എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയാൻ കേട്ടോ അവിടെ ഇരുന്ന്. നീ വിഷമിക്കാതെ മോളെ, എല്ലാത്തിനും നിന്റെ കൂടെ അമ്മയുണ്ട്, നമുക്ക് ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണാം, നീ വാ നമുക്ക് ഭാവനയെ കാണാം എന്ന് പറഞ്ഞ് അരുന്ധതിയെയും കൊണ്ട് ഭാവനയുടെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ അംബാലിക. കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ഭാവന ഡോർ തുറന്ന് നോക്കിയാണ്. മുഖത്താകെ മുറിവുകളും ചതവുകളുമായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അരുന്ധതി. അവളെ കണ്ടത് ഭാവനയാകെ ഷോക്ക് കാണും. മോളെ അരുന്ധതി, എന്തു പറ്റി നിനക്ക്, എന്താ ഇത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അംബാലികയും വരികയാണ്. ഇതിൽ കൂടുതൽ ഇനി ഇവൾക്ക് എന്ത് പറ്റാ? നിന്റെ ആ പുന്നാര അനിയനില്ലേ ഭരത്, അവൻ തല്ലിയതാണ്. എന്റെ മോളുടെ മുഖം കണ്ടോ ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നത്, വെറുതെ വിടില്ല ഞാൻ അവനെ. ഇത് കാണുന്ന ഭാവന, ഈശ്വര ഈ ഭരതന് എന്ത് പറ്റി, അവൻ എന്താ ഇങ്ങനെ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്താണെന്ന് നീ നിന്റെ അനിയനെ കൊണ്ട് തന്നെ പോയി അന്വേഷിക്ക്. ഇനി എന്തായാലും അവൻ ആ വീട്ടിൽ വേണ്ട. ഇവർ തമ്മിലുള്ള എല്ലാ ബന്ധത്തും ഇന്നത്തോടു കൂടി അവസാനിച്ചു. ഇതുവരെ ഞാൻ ക്ഷമിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ അവന്റെ ദേഷ്യം മുഴുവൻ എൻ്റെ മകളുടെ അടുത്ത് പെരുമാറാൻ തുടങ്ങി. ഇനി ഇതെനിക്ക് സഹിച്ചു നിൽക്കാനാവില്ല. ഇതോടുകൂടി എല്ലാ ബന്ധവും ഇവിടെ അവസാനിക്കുകയാണ് എന്ന് പറയാൻ. അയ്യോ ആൻറ്റി, അങ്ങനെയൊന്നും പറയരുത്. എന്താ ഉണ്ടായതെന്ന് ഞാൻ ഭരത്തുമായിട്ട് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ അവനെ പറഞ്ഞ് നേർവഴിക്കാക്കാം. അരുതാത്ത തീരുമാനങ്ങളൊന്നും നിങ്ങൾ ഇപ്പോൾ എടുക്കരുത് എന്നൊക്കെ പറയാൻ ഭാവന. മതിയടി, ഇനി നിന്റെ അനിയനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കുകയുള്ളൂ. പക്ഷെ എൻ്റെ മോളുടെ ഈ മുഖം കണ്ടിട്ട് എനിക്ക് സഹിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവളുടെ അമ്മയായി പോയില്ലേ. ആദ്യമേ അവളെടുത്ത തീരുമാനം തെറ്റായിരുന്നു, പക്ഷെ അതെല്ലാം ഞാൻ സഹിച്ച് അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചതാണ്. അവിടെയും അവൻ ഒരു സമാധാനം എൻ്റെ മകൾക്ക് കൊടുക്കില്ല എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വാ മോളെ എന്ന് വിളിച്ചിട്ട് അരുന്ധതിയെയും കൊണ്ട് അവിടെ നിന്നും മടങ്ങാൻ അംബാലിക. എല്ലാം ഒരു നിസ്സഹായാവസ്ഥയിൽ നോക്കി നിൽക്കാൻ ഭാവന.